الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പൂർണ്ണമായും തഖ്വ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ജുമുഅക്ക് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിന് അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നമുക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു അവന്റെ കരുണ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതകാലം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും ഈമാനോടുകൂടി മരണപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിലുള്ള ബുദ്ധിമുട്ടുകളെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹജ്ജിന്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ഒരു ഹാജിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യുന്നതിലൂടെ എത്രത്തോളം വലിയ പ്രതിഫലങ്ങൾ നൽകുമെന്ന് ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ പറയുകയുണ്ടായി. എന്നാൽ ഹജ്ജ് എന്ന് പറയുന്നത് ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ അതിന് സൗകര്യമുള്ളവരാണ്, അവർക്കാണ് അത് നിർബന്ധമാവുക. ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹജ്ജിന്റെ പൂർണ്ണമായും പ്രതിഫലം ലഭിക്കുന്ന ചില അമലുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ചില അമലുകളെ സംബന്ധിച്ച് അവ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതിലേറ്റവും ആദ്യമായി ഹദീസിൽ നമുക്ക് കാണാവുന്നത് ഫറളായ നമസ്കാരങ്ങൾക്ക് ശരീരത്തെ ശമിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി അതിന് പങ്കെടുക്കുകയും അതിൽ
യാതൊരു വിധത്തിലുള്ള ഒഴിവുകളും കൂടാതെ അതിനെ നിലനിർത്തുകയും ചെയ്തവർക്കാണ്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹ്ഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ, ആരെങ്കിലും തന്റെ വീട്ടിൽ നിന്നും ശുദ്ധിയുള്ളവനായിക്കൊണ്ട് വുളു എടുത്തുകൊണ്ട് നമസ്കാരത്തെ പ്രതീക്ഷിച്ച് നമസ്കാരത്തിനായി മാത്രം, നിർബന്ധമായ നമസ്കാരത്തിനായി മാത്രം പുറപ്പെടുകയാണെങ്കിൽ ഫഅജ്റുഹു കഅജ്രിൽ ഹാജ്ജിൽ മുഹ്രിം, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ഹാജിക്ക് അല്ലാഹു എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ അതെല്ലാം നിർബന്ധമായ നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്നും ശുദ്ധിയായി പുറപ്പെടുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അതിനുശേഷം നബി തങ്ങൾ അരുളുകയുണ്ടായി, വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ദുഹാ ലാ യൻസിബുഹു ഇല്ലാ ഇയ്യാ ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ, ദുഹാ നമസ്കാരത്തിന് വേണ്ടി അതിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരുവൻ ശുദ്ധിയാവുകയും അതവന്റെ ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്താൽ പരിപൂർണമായ ഉംറ ചെയ്ത ഒരാളുടെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. വസലാത്തുൻ അലാ അസ്രി സ്വലാത്തിൻ ലാ ലഗ്വ ബൈനഹുമാ കിതാബുൻ ഫി ഇല്ലിയീൻ, ഫർളായ ഒരു നമസ്കാരം നിർവഹിക്കുകയും അടുത്ത ഫർള് നമസ്കാരം വരെ അതിനിടയിൽ പാപങ്ങളിലൊന്നും ഏർപ്പെടാതെ തന്റെ നഫ്സിനെ സംരക്ഷിക്കുകയും ചെയ്തവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലിയീനിൽ അഥവാ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുന്ന ഉയർന്ന ആളുകളുടെ കൂട്ടത്തിൽ അവന്റെ പേര് രേഖപ്പെടുത്തുന്നതാണ്. മറ്റൊരു കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയത്, മൻ സല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ അശംസ്, സുബ്ഹി നമസ്കാരത്തിന് ജമാഅത്തായി പള്ളിയിൽ വന്ന് പങ്കെടുക്കുകയും അതിനുശേഷം അവൻ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ശരീരത്തെ ക്ഷമിപ്പിച്ചിരുത്തുകയും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുകയും ഹത്താ തത്ലുഅ അശംസു, സൂര്യൻ ഉദിക്കുന്നതുവരെ അവൻ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ അവൻ ഇരിക്കുകയും ثم صلى ركعتين كانت له كأجر حجة وعمرة, സൂര്യൻ ഉദിച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് അഥവാ തഹ്രീമിന്റെ കറാഹത്തുള്ള അല്ലെങ്കിൽ ഹറാമുണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ സമയം വിട്ടുകടന്നതിന് ശേഷം ദുഹാ നമസ്കാരം നിർവഹിച്ച ഒരു മനുഷ്യൻ അവനും ഇപ്രകാരം പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. ദുഹാ നമസ്കാരത്തിന് വേണ്ടി മാത്രം പുറപ്പെടുന്നവന് ഉംറയുടെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് കഴിഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നാൽ സുബ്ഹി നമസ്കാരത്തിന് പങ്കെടുക്കുകയും അതിനുശേഷം അതേ സ്ഥലത്ത് തന്നെ അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് തുടരുകയും ശരീരത്തെ ക്ഷമിപ്പിച്ചിരുത്തി സൂര്യൻ ഉദിച്ചതിന് ശേഷം ദുഹാ നമസ്കാരവും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രം മടങ്ങുന്നവർക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. താമ്മത്തിൻ 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 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ഇത്തരത്തിലുള്ള അമലിനെ തന്റെ ജീവിതത്തിൽ നിലനിർത്തിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, മൂന്നാമതായി ഒരു കൂട്ടർ മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറ, ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെടുന്നു, അവന്റെ ഉദ്ദേശം ദീനിയായ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുക എന്നതാണ്. ഔ യഅലമുഹു, അല്ലെങ്കിൽ പഠിപ്പിക്കുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം പള്ളിയിലേക്ക് പുറപ്പെടുന്ന ഒരാൾ കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമ്മൻ ഹിജ്ജതുഹു, പൂർണ്ണമായും ഹജ്ജ് ചെയ്ത ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പ്രതിഫലം നൽകുക അതുപോലെയുള്ള പ്രതിഫലം പള്ളിയിലേക്ക് ദീനിന്റെ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കാനോ നിയത്ത് ചെയ്തുകൊണ്ട് പുറപ്പെടുന്ന ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. വളരെ ചെറിയ
നമുക്ക് ലഘുവായി തോന്നാമെങ്കിലും ആ ഒരു അമലിൽ ഇസ്തിഖാമത്ത് ലഭിക്കുക എന്നത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. സുബഹിക്ക് ശേഷം ദുഹാ വരെയും പള്ളിയിൽ ഇരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുക എന്നത്, ശരീരത്തെ ക്ഷമിപ്പിച്ചിരുത്തിക്കൊണ്ട് അതിനെ തുടർത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയും വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, സെയ്ദ് ഇബ്നു ഖാലിദ് അൽ-ജുഹനി റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മൻ ജഹസ ഗാസിയൻ ഔ ഫത്തറ സായിമൻ ഔ ജഹസ ഹാജ്ജൻ കാന ലഹു മിസ്ല അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈഅ. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ഒരാളെ പൂർണ്ണമായും സജ്ജമാക്കുകയും അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അയാളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്രയാക്കുകയും ചെയ്താൽ, ഇയാൾ പുറപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അയാൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പേരിൽ ഈ ജിഹാദ് ചെയ്യുന്ന ആൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് പോലെ അയാളുടെ പ്രതിഫലത്തിൽ ഒട്ടും കുറയാതെ തന്നെ അയാളെ തയ്യാറാക്കി അയച്ചവനും അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. ഔ മൻ ഫത്തറ സായിമൻ, അല്ലെങ്കിൽ ഒരാൾ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു, അയാൾ സ്വന്തമായി നോമ്പെടുത്തില്ല എങ്കിൽ പോലും ആ നോമ്പുകാരന് ലഭിക്കുന്ന അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഔ ജഹസ ഹാജ്ജൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി യാത്രയാകുന്ന ഒരാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു, സ്വന്തമായി ശാരീരികമായി ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരാളെ ഹജ്ജ് ചെയ്യിപ്പിച്ചു, അങ്ങനെയുള്ള ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ഇബ്നു അബ്ബാസ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മറ്റൊരു കൂട്ടരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് ഉംറത്തുൻ ഫി റമദാന തഅദിലു ഹജ്ജതൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, ആരെങ്കിലും ഒരാൾ റമദാനിൽ ഉംറ നിർവഹിക്കുകയാണെങ്കിൽ അവർക്ക് ഹജ്ജിന് തുല്യമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ അനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുകയാണെങ്കിൽ ഹജ്ജ് നമുക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചില്ല എങ്കിലും ആ ഹജ്ജിന് തുല്യമായ പ്രതിഫലം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കർമ്മങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷം ഹജ്ജിന് പുറപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കുവാനും ആരോഗ്യത്തോടു കൂടി നമ്മിലേക്ക് തിരിച്ചെത്തുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوتنا الحمد لله رب العالمين. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على سيدنا محمد وعلى آله وأصحابه الأبر. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. اتقوا ربكم في سركم وإعلانكم، فإن التقوى ملاك الحسنات. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. ومن يتق الله يجعل له من أمره يسرا. ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. وعليكم بالإحسان، فإن الله يحب المحسنين. وعليكم بالصدق، فإن الصدق ينجي وإنه يهدي إلى الجنة. وإياكم والكذب، فإن الكذب يهلك وإنه يهدي إلى النار. وعليكم بالسنة، فإن السنة تهدي إلى الإطاعة. ومن يطع الله ورسوله فقد رشد واهتدى. وإياكم والبدعة،
فإن البدعة تهدي إلى المعصية، ومن يعص الله ورسوله فقد ضل وغوى. وإياكم والظلم، فإن الظلم ظلمات يوم القيامة. ألا لعنة الله على الظالمين. أقول قولي هذا وأستغفر الله العظيم لي ولكم، وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين، فاستغفروه إنه هو الغفور الرحيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن نبينا محمدا عبده ورسوله أشرف مولود. صلى الله على سيدنا محمد وعلى آله وصحبه وسلم. أيها الناس اتقوا الله حق تقاته وبادروا إلى أداء مفترضاته، واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه، وثلث بكم أيها المؤمنون من بريته. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. أرحم أمتي بأمتي أبو بكر، وأشدهم في أمر الله عمر، وأصدقهم حياء عثمان، وأقواهم علي رضي الله عنهم أجمعين. وفاطمة سيدة نساء أهل الجنة رضي الله عنها، والحسن والحسين سيدا شباب أهل الجنة رضي الله عنهما، وحمزة أسد الله وأسد رسوله رضي الله عنه. واغفر للعباس وولده رضي الله عنه مغفرة ظاهرة وباطنة لا تغادر ذنبا. الله الله في أصحابي لا تتخذوهم غرضا من بعدي، فمن أحبهم فبحبي أحبهم، ومن أبغضهم فببغضي أبغضهم. وخير أمتي قرني، ثم الذين يلونهم، ثم الذين يلونهم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشوي خلقنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. اللهم أعز الإسلام والمسلمين وقض الدين عن المدينين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المسلمين في فلسطين، اللهم انصرهم نصرا مؤزرا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان،
ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.